ഒരാവേശത്തിനെ എടുത്തുചാടി പ്രഖ്യാപിച്ച് വിവാദങ്ങളിൽ പിടിച്ചു നിൽക്കാനാകാതെ പിണറായി സർക്കാർ പിൻവാങ്ങേണ്ടി വന്ന തീരുമാനങ്ങളുടെ പട്ടികയിൽ ഏറ്റവും ഒടുവിലത്തേതാണ് പാർഡിക്കെതിരായ കേസ്. ജനാധിപത്യ സമൂഹത്തിന്റെ പരിഹാസം ഏറ്റുവാങ്ങിയ ആ പട്ടികയിൽ മൈക്കിനെതിരായ കേസ് മുതൽ സിൽവർ ലൈനിന്റെ മഞ്ഞക്കുറ്റി വരെയുണ്ട്. അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ വളരെ ഉമ്മൻചാണ്ടി അനുസ്മരണ വേദിയിൽ മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോൾ മൈക്ക് ചൂളം വിളിച്ചതിന് സ്വമേധയായി എടുത്ത കേസാണ് മുൻപ് സർക്കാരിനെയും പോലീസിനെയും നാണം കെടുത്തിയത്. പൊതുസുരക്ഷയ്ക്ക് ഭീഷണിയെന്ന കുറ്റവും ചുമത്തി. അന്ന് സിപിഎം നേതാക്കളെല്ലാം കേസിനെ ന്യായീകരിച്ചിരുന്നു. മൈക്ക് ചൂളം വിളിച്ചെന്ന കേസിനെതിരെ നാട്ടുകാർ കൂവി വിളിച്ചതോടെ പോലീസ് തലയൂരി. ബോധപൂർവം പ്രശ്നമുണ്ടാക്കിയതല്ലെന്ന് കോടതിയിൽ റിപ്പോർട്ടും നൽകി. ഇതേപോലെ പോലീസിന്റെ നടപടികൾ പലതും വിവാദത്തിലായിട്ടുണ്ട്. മോൻസൺ മാവുങ്കൽ പ്രതിയായ കേസിൽ കെപിസിസി അധ്യക്ഷൻ കെ സുധാകരനെ അറസ്റ്റ് ചെയ്തെങ്കിലും മോൻസനുമായി ഏറെ അടുപ്പം പുലർത്തിയ മുൻ ഡിജിപിയെ ഒഴിവാക്കിയത് വിവാദമായി. എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിൽ പ്രതിയുമായി സഞ്ചരിച്ച പോലീസ് സംഘത്തിന്റെ ലൊക്കേഷൻ ചോർത്തിയെന്ന് പറഞ്ഞ് ഐജി പി വിജയനെ വിശദീകരണം ചോദിക്കാതെ സസ്പെൻഡ് ചെയ്തു. മുഖ്യമന്ത്രിക്കെതിരായ സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ അവരുടെ സുഹൃത്തിനെ തട്ടിക്കൊണ്ടുപോയി കേസൊതുക്കാൻ ശ്രമിച്ച ചരിത്രമുണ്ട് ഇതേ പോലീസ് സേനയ്ക്ക്. നിയമസഭയിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷാംഗങ്ങൾക്കെതിരെ വനിതാ വാച്ച് ആൻഡ് വാർഡിന്റെ കൈയൊടിച്ചെന്ന് ആരോപിച്ച് കേസെടുത്തെങ്കിലും കൈയിൽ പൊട്ടലില്ലെന്ന് ഡോക്ടർമാർ റിപ്പോർട്ട് നൽകിയതോടെ പിന്നോട്ടടിക്കേണ്ടി വന്നു. സർക്കാരിനും ഭരണപക്ഷത്തിനുമെതിരെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകർക്കെതിരെ കേസുകളെടുത്ത് കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടി ഏറ്റുവാങ്ങിയ ചരിത്രവും പിണറായി സർക്കാരിന് സ്വന്തം. ഒടുവിൽ വലിയ രാഷ്ട്രീയ നിലപാടായി ആഘോഷിച്ച സർവകലാശാല വിസി തർക്കത്തിൽ ഗവർണറുമായി ഒത്തുതീർപ്പിലെത്തി സർക്കാർ പരിപൂർണമായി പിന്നോട്ടടിച്ചു നിൽക്കുന്നതിനിടെയാണ് പാരടിപ്പാട്ടിനെതിരെ കേസെടുത്ത് നാണക്കേടായതും തലയൂരാൻ പാടുപെടുന്നതും. ന്യൂസ് ബ്യൂറോസ് മനോരമ ന്യൂസ്.